ഞാൻ ഇട്ടേക്കണ ഈ ജീൻസിന് ഇറക്കം കൂടുതലുണ്ട്. വെട്ടിക്കളയാതെ എങ്ങനെയാണ് ഇറക്കം കുറക്കണേന്ന് കാണിച്ചു തരാം. ജീൻസ് ഇതുപോലെ വിരിച്ചിടണം. താഴെ ഇറക്കം കൂടിയ ഭാഗം എടുത്ത് ഇതുപോലെ മടക്കിയിടണം. അങ്ങോട്ടോ ഇങ്ങോട്ടോ കയറിയോ കുറഞ്ഞോ പോകരുത്. പുറകുവശത്തും മുൻവശത്തും ഒരേപോലത്തെ അളവായിരിക്കണം എടുക്കേണ്ടത്. ജീൻസിൻ്റെ 2 കാലും ഒരേ അളവിൽ മടക്കണം. ഇതുപോലെ ഇരിക്കണം. നൂല് ഇതുപോലെ 2ആക്കി മടക്കിയിട്ട് വേണം സൂചിയിൽ കോർക്കാനായിട്ട്. ജീൻസിന് കനം കൂടുതലുള്ളത് കൊണ്ട് ഒറ്റ മടക്കായിട്ട് കോർത്ത തയ്യൽ പെട്ടെന്ന് വിട്ടുപോകും. അതുകൊണ്ടാണ് 2 മടക്കായിട്ട് ഇങ്ങനെ കോർക്കാൻ പറഞ്ഞത്. നൂലിൻ്റെ താഴെ ഇതുപോലെ 2-3 കെട്ടിടണം. എന്നിട്ട് ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് തുന്നി തുടങ്ങണം. ഇതുപോലെയാണ് തുന്നിയെടുക്കേണ്ടത്. തുന്നിയിട്ട് നൂല് വലിക്കുമ്പോൾ ഇത്തിരി ടൈറ്റായിട്ട് വലിക്കണം. അപ്പോഴേ അത് ശരിക്കും കറക്റ്റായിട്ട് ഇരിക്കുള്ളൂ. ജീൻസ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ഇതുപോലെ 2-3 കെട്ടിങ്ങനെ ചുറ്റി ഇട്ട് വെക്കണം. അല്ലെങ്കിൽ ഇത് അഴിഞ്ഞു പോരും. ആദ്യം മുകളിലേക്ക് മടക്കി വെച്ച ഭാഗം എടുത്തിട്ട് അത് താഴത്തേക്ക് ഇങ്ങനെ മടക്കി ഇട്ടിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് മടക്കി എടുക്കണം. അപ്പം ഇതുപോലെ ഇരിക്കും. തയ്യൽ മെഷീൻ വെച്ച് തയ്ച്ചതുപോലെ ആയിട്ടുണ്ട്. ഇപ്പം തയ്ച്ച ഭാഗം മാത്രം ഒന്ന് തേച്ചെടുക്കാം. സൂചിയും നൂലും വെച്ച് തയ്ച്ചതാണെന്ന് കണ്ടാൽ പറയൂല. ഇപ്പം ജീൻസിൻ്റെ ഇറക്കം കറക്റ്റായിട്ടുണ്ട്. എണ്ണ കലക്കാൻ ആവശ്യമായ വെള്ളം എടുക്കുക. എണ്ണ എടുക്കണതിന് അനുസരിച്ച് ചായപ്പൊടി ഇട്ട് കൊടുക്കണം. നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഗ്യാസ് നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് 7 മിനിറ്റ് തിളപ്പിച്ചെടുക്കുക. 7 മിനിറ്റ് ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യുക. ചൂട് നല്ലതുപോലെ ആറി വരട്ടെ. ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി എടുത്തിട്ട് എണ്ണ കലക്കണ പാത്രത്തിലേക്ക് പിഴിഞ്ഞൊഴിക്കുക. കുരുവൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റണം. നാരങ്ങ പിഴിഞ്ഞ പാത്രത്തിലേക്ക് എണ്ണ ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഒരു അരിപ്പെടുത്തിട്ട് ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഒരു സ്പൂൺ വെച്ച് എല്ലാം കൂടി ഇതുപോലെ കലക്കിയെടുക്കുക. ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് വേണം കലക്കിയെടുക്കാൻ. എണ്ണയിൽ വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ തലയിൽ ഇടുമ്പോഴത്തേക്കും അത് ഒഴുകി താഴത്തേക്ക് പോരും. അതുകൊണ്ടാണ് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് കലക്കാൻ പറഞ്ഞത്. എണ്ണ കലക്കി കഴിഞ്ഞിട്ടുണ്ട്. എണ്ണ കലക്കി കഴിയുമ്പോഴത്തേക്കും ഇതുപോലെയാണ് ഇരിക്കേണ്ടത്. ഇനി ഇത് അടച്ച് വെക്കാം. ഞാൻ അലൂമിനിയം ഫോയിൽ കൊണ്ട് അടച്ചത് ഇതിൻ്റെ മൂടിയിൽ ആകാതിരിക്കാനാണ് കേട്ടോ. ഇന്ന് രാവിലെയാണ് ഞാനിത് കലക്കി വെച്ചേക്കണത്. ഇനി നാളെ രാവിലെ ഞാനിത് ഇടുള്ളൂ. ഞാൻ ഹെന്ന തലയിൽ ഇടാൻ പോണേണ്. ഇന്നലെ കലക്കി വെച്ച ഹെന്ന ഒന്ന് തുറന്ന് നോക്കാം. ഇതിൽ നെല്ലിക്കയുടെ പൊടിയും മുട്ടയുടെ വെള്ളയും താല്പര്യം ഉണ്ടെങ്കിൽ ഇടാം. ഞാൻ ഇത് രണ്ടും ഇടണില്ല. കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ ഇങ്ങനെയാണ് ഹെന്ന ഇടാറുള്ളത്. ഇനി ഇത് നല്ലതുപോലെ കലക്കിയെടുക്കാം. മുടി നല്ലതുപോലെ വാരിയിട്ട് വേണം ഹെന്ന ഇടാൻ. ഇതുപോലെ ഗ്ലൗസ് കയ്യിൽ ഇട്ടിട്ട് ഇടണതായിരിക്കും നല്ലത്. ആദ്യം കുറച്ച് ഹെന്ന എടുത്തിട്ട് ഇതുപോലെ മുടിയിലേക്ക് തേച്ച് പിടിപ്പിക്കുക. ഒരു വശത്ത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലെ അടുത്ത വശത്തും ഇടാം. ഞാനിത് തലയിലിട്ടിട്ട് 2 മണിക്കൂറൊക്കെ വെക്കാറുണ്ട്. ഹെന്ന ഇട്ടിട്ട് ഫാനിട്ട് ഉണക്കരുത്. അത് തനിയെ തലയിലിരുന്ന് ഉണങ്ങി വന്നതാണ് നല്ലത്. ഹെന്ന ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. 1 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇത് ഉണങ്ങി തുടങ്ങി. കുറച്ച് ബാക്കി വന്നിട്ടുണ്ട്. അത് ആ ഉണങ്ങിയ ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ എല്ലാ മാസവും ഇതുപോലെ ഹെന്ന ഇടാറുണ്ട്. തല കഴുകി വന്നിട്ടുണ്ട്. സോപ്പും ഷാമ്പും ഇടാതെ വേണം തല കഴുകാനായിട്ട്. ഹെന്ന ഇട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള എൻ്റെ മുടിയാണ് ഇത്.